കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സാമ്പാർ, വറുത്തരച്ച സാമ്പാറും കേബേജ് ഉപ്പേരി വയ്ക്കണത്. കേബേജ് ഉപ്പേരി ആദ്യം വയ്ക്കാം. അപ്പോൾ ആ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് ഇടുന്നു, 2 വറ്റൽമുളക് ഇടുന്നു, വേപ്പിൻ്റെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കഴുകി വെച്ച കേബേജ് ഇടുന്നു, പാകത്തിന് ഉപ്പിടുന്നു, നാളികേരം ഇടുന്നു, മൂടി വെച്ച് വേവട്ടെ. കേബേജ് അപ്പുറത്തിരുന്ന് വേവട്ടെ. ഇവിടെ നമുക്ക് സാമ്പാർ വയ്ക്കാം. പരിപ്പ് കഴുകിയതാ ഇതിലിടുന്നു, പാകത്തിന് വെള്ളം ഒഴിക്കണം. കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, മത്തങ്ങ, മുരിങ്ങക്കായ, പയർ കഴുകിയതാണ്. ഉപ്പിടുന്നു, തൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നു, കായം പച്ചയാണ് അപ്പം അത് ഇടുന്നതിൽ കഷ്ണത്തിൽ. തക്കാളി, സവാള, പച്ചമുളക്, വേപ്പിൻ്റെ ഇല. വേവട്ടെ, മൂടി വെച്ച് വേവട്ടെ. നമ്മുടെ കേബേജ് പാകമായി. പിന്നെ സാമ്പാറിന് വറക്കാം. ചീഞ്ഞിട്ട് വെച്ച് വെളിച്ചെണ്ണ വെച്ചാൽ നാളികേരം വറക്കണേൽ ഉഴുന്നും പരിപ്പ്, അരിമണി, കുരുമുളക്, നല്ല ജീരകം, കൂട്ടാൻ വെക്കണ പരിപ്പ്, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി കൂടി ഇട്ടിട്ട് വറക്കട്ടെ. മഞ്ഞൾപ്പൊടി ഇടുന്നു, മല്ലിപ്പൊടി ഇടുന്നു, മുളകും പൊടി ഇടുന്നു. അപ്പോൾ വറവ് കൂടെ റെഡിയായി. വെണ്ടക്കായ അതിൽ കൂടി ഇട്ടിട്ടില്ലേ, വെന്തോടയണ കാരണം. അപ്പോൾ അത് വേറെ മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിക്കുന്നു. സാമ്പാറിൻ്റെ വറുത്തത് ചൂടാറി, നമുക്കത് അരയ്ക്കാം. അപ്പോൾ സാമ്പാറിൻ്റെ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്തു. ഇത് വെണ്ടക്കായ വേവിച്ചത് ഇട്ടു, അരവ് ഒഴിക്കുന്നു, പുളിവെള്ളം, ചാറ് കഴുകി പോരാത്ത വെള്ളം ഒഴിക്കുന്നു. തിളക്കട്ടെ, മറ്റേ അടുപ്പത്ത് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പപ്പടം വറക്കാം. കടുക് പൊട്ടിക്കുന്നുണ്ട്, ചൂടായി, എണ്ണ ഒഴിക്കട്ടെ, പപ്പടം വറക്കട്ടെ. ആദ്യം എണ്ണ കാഞ്ഞ് പപ്പടം വറക്കട്ടെ. പപ്പടം വറുത്ത് കഴിഞ്ഞു. നല്ല തന്നെ കടുക് പൊട്ടിക്കണം. അപ്പോൾ അതേ കടുക് ഇട്ടു, ഇടുന്നു, ഉലുവിടുന്നു, വേപ്പിൻ്റെ. അപ്പോൾ കടുക് പൊട്ടിച്ചത് അതിലൊഴിച്ച്, ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അത് ഇടുന്നു. സാമ്പാർ ഇവിടെ റെഡിയായി. പിന്നെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി, കേബേജ് ഉപ്പേരി റെഡിയായി, പപ്പടം വറുത്തു. ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്.